Hi all, welcome to another video of LaTeX. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെമിനാർ റിപ്പോർട്ട് ഓവർലീഫ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഒരു വീഡിയോ ആണ് അതായത് ഹൗ ടു മേക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ട് യൂസിങ് LaTeX. അപ്പോൾ അതിനും നമ്മളൊരു ടെംപ്ലേറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഓവർലീഫ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക. അത് നമുക്ക് സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർലീഫ് തുറക്കുക. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ന്യൂ പ്രൊജക്റ്റിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യ പ്രൊജക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള BTech മെയിൻ പ്രൊജക്റ്റ് LaTeX എന്നിട്ടുള്ള പോർഷൻ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ എറേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻ്റർനെറ്റ് സ്പീഡും കാര്യങ്ങളനുസരിച്ച് ഇത് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ചെയ്യണ കാര്യങ്ങളൊക്കെ ഒരുവിധം സെയിം തന്നെയാണ്. ഇപ്പോൾ കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്കിൻ്റെ. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വലിയ എറേഴ്സ് ഒന്നുമില്ല. കുറച്ച് വാർണിങ്സ് ഒക്കെ ഉണ്ട്. അതാണ് യെല്ലോ കളറിൽ വന്നേക്കുന്നത് അവിടെ. അത് നമുക്ക് ഓക്കെ, അത് ഔട്ട്പുട്ട് കിട്ടി നമ്മുടെ. അപ്പോൾ ഇതിനകത്തും ഏകദേശം അതേപോലൊക്കെ തന്നെ കാര്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഈ പൊസിഷൻസ് നമ്മൾ എഡിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ ടൈറ്റിൽ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ടൈറ്റിലിന് പകരം ഞാനിവിടെ ABCD എന്നാക്കാൻ പോവുകയാണ്. ABCD എന്നാക്കി. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് നെയിം എൻ്റെ ഞാൻ ARUNXAVIER ആക്കുന്നു. അതിനുശേഷം ഇതൊരു ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഗ്രൂപ്പായിട്ടാണ് ചെയ്യേണ്ടത്. മെയിൻലി 4-5 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ 4-5 പേരുടെ പേരുകൾ വേണം നമ്മൾ ഓരോരുത്തരുടെ പേര് ഈ ഒരു ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് പേജിൽ കറക്റ്റായിട്ട് ആ പേരുകൾ വരും. പിന്നെ സർട്ടിഫിക്കറ്റ് പേജ് നമുക്കറിയാം. അവിടെ നമ്മുടെ വർക്കാണെങ്കിൽ നമ്മുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ പേര് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ മെയിൻലി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഇപ്പോൾ എൻ്റെ പേര് സർട്ടിഫിക്കറ്റാണ് എനിക്ക് വേണ്ടതെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് നെയിം മാത്രം എന്ത് കൊടുക്കുക, കറസ്പോണ്ടിങ്ങിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പേരാണ് സർട്ടിഫിക്കറ്റിൽ എനിക്ക് വരേണ്ടത്. അപ്പോൾ ഞാനത് കൊടുത്തു. പിന്നെ എൻ്റെ കറസ്പോണ്ടിങ് രജിസ്ട്രേഷൻ നമ്പർ, അക്കാഡമിക് ഇയർ, അതേപോലെ പ്രിൻസിപ്പൽ നെയിം, നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ നെയിം, HOD നെയിം, അതേപോലെ തന്നെ ഗൈഡിൻ്റെ പേര്, ഗൈഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണോ അസോസിയേറ്റ് ആണോ അങ്ങനത്തെ വിവരണം കൊടുക്കുക. പിന്നെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തേക്കുന്നത് അത് ശരിക്കും മന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് പേജിൽ ബോട്ടത്തിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് November 2020 അങ്ങനത്തെ ആ ഒരു പോർഷനാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അത് കൊടുക്കുക. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ആ കാര്യങ്ങൾ കൊടുക്കുക. എഞ്ചിനീയറിംഗ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി അതിനകത്ത് എല്ലായിടത്തും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻബിൽറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മെക്കാനിക്കൽ കൊടുക്കുകയാണെങ്കിൽ മെക്കാനിക്കലിൽ നിന്ന് മാത്രം കൊടുത്താൽ മതി. എഞ്ചിനീയറിംഗ് ഓൾറെഡി ഉണ്ട് അവിടെ. പിന്നെ ഷോർട്ട് ഫോംസ്, അതായത് ട്രിപ്പിൾ ആണെന്ന് ട്രിപ്പിളിന്ന് കൊടുക്കണം, MA ആണ് ME എന്ന് കൊടുക്കുക, മെക്കാനിക്കലാണെങ്കിൽ ആ വിവരങ്ങൾ കൊടുക്കുക. പിന്നെ 7th സെമസ്റ്റർ BTech ക്ലാസ് എവിടെയെന്ന് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മളിത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് സേവ് ആയിക്കൊള്ളും. അതുകൊണ്ട് വളരെ സിമ്പിളാണ് ഓവർലീഫ് വർക്ക് ചെയ്യുമ്പോൾ. വീണ്ടും നമ്മുടെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മൾ റീകമ്പൈൽ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അതെല്ലാം മാറിക്കോളും. ഇവിടെ മാത്രമല്ല എല്ലാ ഭാഗങ്ങളും ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് പേജ്, സർട്ടിഫിക്കറ്റ് പേജ് എല്ലാം. ഇപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സർട്ടിഫിക്കറ്റ് പേജ് ഉണ്ട്, അരുൺ സിവർ എന്നായിട്ടുണ്ട്. പിന്നെ ABC ടൈറ്റിൽ മാറിയിട്ടുണ്ട്. ഗൈഡ് നെയിം കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. നെക്സ്റ്റ് നമ്മുടെ അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എഴുതുന്ന അബ്സ്ട്രാക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്. പിന്നെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഇൻട്രൊഡക്ഷൻ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ, ചാപ്റ്ററിൻ്റെ പേര്, കാര്യങ്ങൾ, പിന്നെ സെക്ഷൻസ് 1.1 കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെക്ഷനാണത്. നമ്മളിവിടെ കറസ്പോണ്ടിങ്ങിൽ അക്നോളജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി വന്നിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റും. നെയിം ഓഫ് സ്റ്റുഡൻറ്റ് അരുൺസിവർന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. നമ്മളൊന്നും കാര്യമായിട്ട് അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യണം മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടന്റ് ഓഫ് ദി പേജ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡ് ആണ്. നമുക്കധികം ബുദ്ധിമുട്ടില്ല. സിമ്പിളായിട്ട് LaTeX തന്നെ നമുക്ക് വേണ്ടി എല്ലാതും കറക്റ്റായിട്ട് ചെയ്ത് കറക്റ്റ് ലൈനിങ് അലൈൻമെൻറ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇതിനകത്ത് 5.1 ടാബിങ്, 5.2.1 എല്ലാം കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഓട്ടോമാറ്റിക്കലി LaTeX തന്നെ എല്ലാം ഡെവലപ്പ് ചെയ്ത് തന്നോളൂ. ഓക്കെ, പിന്നെ ഇതൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ലിസ്റ്റ് ഓഫ് സിമ്പിൾസിൻ്റെ പേജാണ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് സിമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ മാനുവലി എഡിറ്റിംഗ് മാത്രമാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റ് ഓഫ് സിമ്പിൾസ് കളക്ട് ചെയ്യില്ല. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഫിഗറും ലിസ്റ്റ് ഓഫ് ടേബിളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ ലിസ്റ്റ് ഓഫ് സിമ്പിൾസ് ആൻഡ് അബ്രിവേഷൻസ് നമ്മൾ മാനുവലി എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ നമുക്കൊരു പേജ്, ഒരു ടെക് ഫയൽ ഉണ്ട് ഇവിടെ കറസ്പോണ്ടിങ് അതിൻ്റെ, അതായത് നോമിക്ലേച്ചർ എന്നാണ് എൻ്റെ പേര്. ഈ നോമെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫയലുണ്ടല്ലോ, ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കറസ്പോണ്ടിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാറ്റും. ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതായത് ഇപ്പോൾ ഞാനിവിടെ FBI എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇൻവെർട്ടറിന് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇത് 2 മാച്ച് കളഞ്ഞു, ഇത് കറസ്പോണ്ടിങ് അവിടെ മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിനി റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ റൺ ചെയ്യണം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഔട്ട്പുട്ട് വരുമ്പോൾ FBI എന്നുള്ള ആ പൊസിഷൻ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലോഡിങ്ങിലാണ്. കണ്ടോ, ഇൻവെർട്ടർ എന്ന് മാത്രമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മാനുവലി പോയിട്ട് എഡിറ്റ് ചെയ്യണം. അതായത് നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലിസ്റ്റ് ഓഫ് സിമ്പിൾസ് മാറണമെങ്കിൽ യൂണിറ്റ് ഗോ ടു nomen.txt അവിടെ പോയിട്ട് ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തുന്നു. എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് വന്നിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമേജ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുക അതിൻ്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ആ വീഡിയോസും കൂടി കാണുക. അതിനുശേഷം ഈ ഒരു വർക്ക് ചെയ്ത് തുടങ്ങുക. പിന്നെ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്, നമ്മൾ ഓഫ്ലൈനായിട്ടല്ല. ഓഫ്ലൈനായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം LaTeX. അപ്പോൾ അതിൻ്റെയും ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഔട്ട്പുട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ് PDF എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുണ്ട് നമുക്ക് സേവ് ചെയ്യാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്പൺ വിത്ത് ഞാൻ ഇപ്പോൾ ഫയർഫോക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫയർഫോക്സിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റിപ്പോർട്ട്. നമുക്ക് ഇതാണ് നമ്മൾ പ്രിൻറ്റിങ് പർപ്പസും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓവർലീഫ് വെച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഓഫ്ലൈനായിട്ടാണ് നിങ്ങളത് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ LaTeX സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്നുമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ സിപ്പ് ഫയലാണ്. അപ്പോൾ കുറേ സ്റ്റുഡൻസിന് പ്രോബ്ലം വന്നത് ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യാണ്ട് അതിൽ നിന്ന് തന്നെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഫയൽ എടുത്ത് പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എറേഴ്സ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ, അതായത് ആ ഫയലിനെ നിങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഒരു ഫോൾഡർ ആക്കിയിട്ട് ഡെസ്ക്ടോപ്പിൽ കൊണ്ടിടുക. എന്നിട്ട് അവിടെ നിന്നും report.txt എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് LaTeX റിലേറ്റഡ് വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റായിട്ട് അടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ഇതിനെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാം. See you all in my next video with another topic.